അച്ഛൻ അമ്പലത്തിൽ പോകണേ. ഇനി പോകണോ? ഓ, കുത്തിയോട്ടത്തിന് 7 ദിവസം ഞാൻ ഇവിടെ കാണൂല. അപ്പൊ ഇനി 7 ദിവസം വരെ അമ്മേനെ അടുത്ത് കാണില്ലേ? എന്റെ കൊച്ചു കാണൂലേ? ഞാൻ 7 ദിവസം വരെ ആ കുത്തിയോട്ടം ഇരിക്കുള്ളൂ. 7ാമത്തെ ദിവസം ഈ എന്തൊരു ഉത്സവം അല്ലേ, മഹോത്സവം, താലപ്പൊലിയും മഹോത്സവം. 3 നേരം ആഹാരം വാങ്ങിച്ചില്ല. 7ാം ദിവസത്തിൻ്റെ അന്ന് താലപ്പൊലിയൊക്കെ. അന്ന് ഞാൻ വീട്ടിൽ വരും. 3 നേരം ആഹാരമൊക്കെ വാങ്ങിച്ചില്ല. അയ്യോ, ഇനി ഒരു കൊച്ചിനും മുന്നേ ഇവിടെ കാണവില്ലേ? ഞാൻ 7 ദിവസം ഇവിടെ കാണാതെ ഉണ്ട്. ഇനി കാണാതെ ഞാൻ എങ്ങനെ ഇരിക്കും? വേണമെങ്കിൽ അമ്പലത്തിൽ പോവാ. അമ്പലത്തിൽ കൊണ്ടുപോവാമ്മ, ഞാൻ അമ്പലത്തിൽ കൊണ്ടുപോവാം. തണ്ണിപ്പറമ്പ് ഇവിടെ അടുത്ത് തന്നെയല്ലേ. ഓ, ഇറങ്ങാം. അത് വേണ്ട. ഞാൻ ഇവിടെ കെട്ടിപ്പിടിച്ച് മക്കളഞ്ഞ് ഇവിടെ എല്ലാവരും ഞാൻ എങ്ങനെ എങ്ങനെ ഇരിക്കും? 7 ദിവസമല്ലേ ഉള്ളൂ. ഈ 7 ദിവസം പറഞ്ഞ് ഈ ആഹാരം കഴിക്കാൻ കഥ 3 നേരം ആഹാരമൊക്കെ മഞ്ചായി കഴിഞ്ഞ മഞ്ചാച്ചേനും സങ്കടം വരണാന്ന് സങ്കടം വരണ എന്ന് ഇനി ഇവിടെ കാണും. 7 ദിവസം കഴിയുമ്പോ വരും. തള്ളിപ്പറപ്പിന് കൊടുത്ത് കോപല്ലേ ഇരിക്കണേ. അവർക്ക് സങ്കടം പറഞ്ഞടാ, പാവം. അവർക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമുണ്ട് കേട്ടാ, പ്രകടിപ്പിക്കാൻ അറിഞ്ഞൂടാന്നേ ഉള്ളൂ. ഓ, അവർക്ക് നല്ല വിഷമമുണ്ട് കേട്ടാ, പ്രകടിപ്പിക്കാൻ അറിഞ്ഞൂടെന്നാണ് തോന്നണേ. ഈശ്വരൻ, ഞാൻ പോട്ടാ. ഇവരെയും കൂടെ കൊണ്ടുപോവാ. മക്കളെ, ഇന്ന് ഇനിയിപ്പോൾ താമസിക്കൂലേ, എപ്പോഴാണെന്നെല്ലാം കഴിയണേന്ന് അറിഞ്ഞൂടല്ല. ഇന്ന് നാളെ എങ്ങാനും കൊണ്ടുവരാം. അതുപോലെ ലൈറ്റ് ആണെങ്കിൽ അതെന്ത്? ഓ, അത് തല കെട്ടിയാൽ മതിയല്ലോ. കൊണ്ടുവരും, ഉച്ചയ്ക്ക് കൊണ്ടുവരും, വൈകിട്ട് രാത്രി വീണ്ടും കൊണ്ടുവരും. നിങ്ങൾ കരയണോ? അമ്മ കൊണ്ടുപോകും കേട്ടാ. ഇതൊക്കെ ആര് കൊടുക്കണ? 2-3 കളിപ്പാടങ്ങളൊക്കെ കൊണ്ടുപോകാം. ചുമ്മാ ലൈറ്റൊക്കെ ഓഫ് ചെയ്യും. 3 നേരം വാങ്ങി. ഇനി ചേട്ടൻ ഗിഫ്റ്റ് കിടക്കണേ. നമ്മള് ഇനി കിടക്കണം. ഹലോ ഗൈസ്, ഇന്ന് ചേട്ടൻ കുത്തിയോട്ടത്തിന് കിടക്കണമെന്നാണ് പറഞ്ഞ. ഫ്രണ്ട്സ്, അപ്പോൾ അതേ ശോഭു ശാഖ ഇമോഷനിൽ നിൽക്കുകയാണ്. നന്ദപ്പൻ കുത്തിയോട്ടത്തിന് പോണോണ്ട് കരഞ്ഞു. സങ്കടം വന്നാന്ന്. അപ്പം നമ്മൾ നന്ദപ്പനെ തണ്ണിപ്പറമ്പ് കോവിൽ കുത്തിയോട്ടത്തിനാക്കിയാണ്. ഇനി ഒരു 7 ദിവസം നന്ദപ്പ അവിടെ ആയിരിക്കും. അപ്പം അതിൻ്റെ ഇമോഷൻസാണ് ഇവിടെ കണ്ടത്. അപ്പം നമുക്ക് ഇനി അമ്പലത്തിലോട്ട് പോകാം. താമസിച്ച് 7 മണിക്ക് അമ്പലത്തിൽ എത്തണം. എനിക്കാണെങ്കിൽ തലവേദന ഉള്ളതുകൊണ്ട് ഞാൻ നിന്ന്. അപ്പം നമുക്ക് ഈ അമ്പലത്തിലെ വിശേഷം കാണാം. ചേട്ടാ, അമ്മ പോയിട്ട് വരട്ടെ. ഡെരിക്കിപ്പോൾ വരാം. കാറ്റ് കൊടുക്കാമോ കൊച്ചിന്? പാത്രം എടുക്കണോ? ഇതാണ് നമ്മൾ തണ്ണിപ്പറമ്പെന്ന് വിശേഷിപ്പിക്കുന്ന കുടപ്പനക്കുന്ന് ദേവീക്ഷേത്രം. കുടപ്പനക്കുന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുടപ്പനക്കുന്നിന് കുറച്ച് നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. ഇതിന് കുറച്ചടുത്തായിട്ടാണ് എൻ്റെ വീടും വരുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ നന്ദപ്പനെ കുത്തിയോട്ടത്തിന് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇരുന്നത്. അപ്പോൾ അന്നത്തെ ടീം പ്രാവശ്യം ഉണ്ടാവുമെന്ന് നന്ദപ്പന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതിൽ കേശു പ്രാവശ്യമുണ്ട്. അവ അമ്പലത്തിൻ്റെ നടയിൽ നിൽക്കുന്നുണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി കുത്തിയോട്ടത്തിന് അവൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, കഴിഞ്ഞ വർഷം അവൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് അവൻ 5 കുത്തിയോട്ടം നേർച്ചയുണ്ടെന്നുള്ളത്. അങ്ങനെ അമ്പലത്തിലെ കുത്തിയോട്ടത്തിനായിട്ട് നമ്മളെത്തി. കുറേ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം ഒരുപാട് പേരെന്നല്ല, 4-5 കുഞ്ഞുങ്ങളുണ്ട് എന്ന് നമ്മൾ അറിയാൻ പറ്റിയായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ചടങ്ങുകളുണ്ട്. കുത്തിയോട്ടത്തിന് നേരെ ചെന്നോടെ ഞങ്ങൾ ഇരുത്തത്തില്ല. അതിൻ്റെതായ ചടങ്ങുകളൊക്കെ നടത്തിയ ശേഷം മാത്രമാണ് കുത്തിയോട്ടത്തിന് ഇരുത്താനായിട്ട് കൊണ്ടുവന്നത്. എല്ലാവരും ചോദിക്കുന്നു, നന്ദപ്പൻ്റെ അനുഗ്രഹം കിട്ടിയൊരു വീഡിയോ ഇട്ടപ്പോൾ എന്താണ് കുത്തിയോട്ടം, എന്താണിത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കുത്തിയോട്ടം എന്ന് പറയുന്നത് നമ്മുടെ ദേവിയുടെ ദാസനായിട്ട് നമ്മുടെ കുഞ്ഞിനെ 7 ദിവസത്തേക്ക് അമ്പലത്തിലേക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങാണ്. അത് ഭയങ്കര വ്രതശുദ്ധിയോടുകൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത് അമ്പലത്തിലെ ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം തയ്യാറാക്കി, നമ്മളല്ല
അമ്പലത്തിലുള്ളൊരു പ്രത്യേകം തയ്യാറാക്കി കൊടുക്കുന്ന ഭക്ഷണമായിരിക്കും. പിന്നെ വെളുപ്പിനെ എണീക്കണം, ശീവേലി കഴിഞ്ഞ് ഉറങ്ങാൻ പാടുള്ളൂ, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ അത് ആഗ്രഹിച്ച് ചെല്ലുന്ന കുഞ്ഞുങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടേ അല്ല, അവരത് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വയ്യാത്ത കുഞ്ഞല്ലേ ഇതൊക്കെ പാടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നിർബന്ധിച്ചല്ല കേട്ടോ നന്ദപ്പനെ കൊണ്ടുപോയത്, അവൻ്റെ ആഗ്രഹമാണ് പോകണമെന്നുള്ളത്. അങ്ങനെ മോശമായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നും അവൻ പറയാറില്ല, പറയുന്നതൊക്കെ നല്ല നല്ല ആഗ്രഹങ്ങളായിരിക്കും. അപ്പോൾ അത് നമ്മൾ മാക്സിമം നടത്തി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ദേവിയുടെ ചടങ്ങിലേക്കായി പള്ളിപ്പണിയിൽ പണം വെക്കട്ടെയോ? അങ്ങനെ എൻ്റെ കുഞ്ഞ് കുത്തിയോട്ട ബാലനായി കഴിഞ്ഞു. ഇനി ഈ കാണുന്നത് കുത്തിയോട്ട കുട്ടികളിൽ നിന്ന് പണ്ടാര കുത്തിയോട്ടത്തിനുള്ള ഒരു പേര് സെലക്ട് ചെയ്യുന്നതാണ്. എല്ലാ കുഞ്ഞുങ്ങളുടെയും പേര് നറുക്കെടുപ്പിലൂടെ ഇട്ടതിന് ശേഷം ഒരാളുടെ പേര് സെലക്ട് ചെയ്യും. ആ ആൾക്ക് പണ്ടാര കുത്തിയോട്ടമായിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ എല്ലാ ചിലവും അമ്പലത്തിൻ്റെ വകയാണ് കേട്ടോ. അങ്ങനെ ഇനി ഞങ്ങളുടെ റോളങ്ങ് കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദേവിക്ക് ഭദ്രം, ആ മാമൻ്റെ കയ്യിൽ സുരക്ഷിതം. എല്ലാ വർഷവും ആ മാമൻ തന്നെയാണ് നോക്കുന്നത്. പാവം മാമനാണ്, ഊപ്പാട് വരും. നല്ല ടീമുകളാണ് കയ്യിലുള്ളതേ. അങ്ങനെ മലപ്പുറം പാട്ടും കഴിഞ്ഞ് ഇനി അമ്പലത്തിലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് നേരെ റൂമിലോട്ട്. ഇതാണ് ആന അവിടെ ഇരിക്കണമെന്ന് കുഞ്ഞപ്പെണ്ണ് പറഞ്ഞില്ലേ, ആനക്കുട്ടനെ. ഞാൻ പ്രത്യേക ആനക്കുട്ടനെ കാണാൻ പോയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആനയെ. അങ്ങനെ നമ്മൾ ആനക്കുട്ടനെയൊക്കെ കണ്ടിട്ട് നേരെ വീട്ടിലോട്ട്. ഇനി നന്ദൻ്റെ അടുത്ത് നിന്ന് ചിലപ്പോൾ ഇമോഷണലായി പോവും. ഇപ്പോൾ അവൻ ഹാപ്പിയാണേ. അപ്പോൾ ഇനി വീട്ടിലോട്ട്. കൊച്ചിങ് വന്നില്ലമ്മ, കൊച്ചമ്പലത്തിൽ എന്ത് അമ്പലത്തിൽ കിടക്കണ? ഓ, അമ്പലത്തിൽ കിടക്കണം. ഇടണ്ട, ഇഞ്ഞ് വാ.